നീ ഇത്രയും നേരം സൈലന്റ് ആയിട്ടിരുന്ന വിഷയം എന്തോ സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നേ. ഈ സമയത്ത് ഇവനെന്തിനാ എന്നെ വിളിക്കുന്നേ? ഇനി അടുത്ത പൊല്ലാപ്പ് എന്താണോ എന്തോ. വിക്രാന്ത് നിങ്ങളെ വീട്ടിൽ വന്നിരുന്നോ? എടോ, വിളിച്ചാൽ ആദ്യം ഹലോ പറയണം. റിസീവ് ചെയ്യുന്നവരോട് നിങ്ങൾ ഫ്രീ ആണോന്ന് ആദ്യം ഒന്ന് ചോദിക്കണം. ഇത്രയും വലിയ കമ്പനിയൊക്കെ നടത്തുന്നുണ്ടല്ലോ, നിനക്കിതൊന്നും അറിയില്ലേ? വെറുതെ എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഓഫീസിൽ വെച്ച് നിന്റെ വർത്താനം കേട്ടാൽ ഇറിറ്റേറ്റ് ആവുന്ന ഞാൻ നിന്നോട് കൊച്ചു വർത്താനം പറയാൻ വേണ്ടിയല്ല ഈ രാത്രി വിളിച്ചത്. മര്യാദയ്ക്ക് ചോദിച്ചതിന് ഉത്തരം പറ. നീ ഉണ്ടാക്കിയ പൊല്ലാപ്പ് കാരണം എന്റെ ചേച്ചിയുടെ ലൈഫ് നാശത്തിന്റെ വക്കിലാ വന്ന് നിൽക്കുന്നേ. ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ എന്തിനാ ഉത്തരം തന്നോണ്ടിരിക്കുന്നത്? ഇടയ്ക്കൊക്കെ നിന്റെ ഈ കുട്ടിക്കളി മതിയാക്കി ഒന്ന് മെച്ചൂർഡായി സംസാരിച്ചോളൂ. കഷ്ടം. ഞാൻ പറയുന്ന കേക്ക്. വിക്രാന്ത് അമ്മയുമായിട്ട് വഴക്കിട്ട് വീട് വിട്ടിറങ്ങി പോയിരിക്കുക. നീ നിന്റെ ചേച്ചിക്ക് ഫോൺ കൊടുക്ക്, ഞാൻ തന്നെ സംസാരിച്ചോളാം. സംഗതി ഇത്ര സീരിയസ് ആയിട്ടുള്ളപ്പോ ഒരു ചോദ്യം ചോദിക്കാതെ ഡയറക്റ്റ് ആയിട്ട് വിഷയത്തിലേക്ക് വന്ന അതായിരുന്നു കുറച്ച് സെൻസിബിൾ. ഷട്ട് അപ്പ്. വെറുതെ എന്റെ ടൈം വേസ്റ്റ് ആക്കരുത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശരി, അതൊക്കെ വിട്ടേക്ക്. ഞാൻ ഇത്രയും നേരം എന്റെ ചേച്ചിയുടെ കൂടെ തന്നെയായിരുന്നു. വിക്കി ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. ഇപ്പൊ ചേച്ചിക്ക് ഫോൺ കൊടുക്കാനും പറ്റില്ല. ഇതൊന്നും ഞാൻ പറയേയില്ല. അതെന്താ? ഇനി ഈ കാര്യങ്ങളൊക്കെ കൂടി അറിഞ്ഞാൽ ചേച്ചിക്ക് വലിയ ടെൻഷൻ ആവും. വിക്കി ഇങ്ങോട്ടെങ്ങാനും വിളിച്ചാ ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം. വിക്കി നിങ്ങൾ കാണുകയാണെങ്കിൽ അത് എന്നോടും പറഞ്ഞേക്ക്. പേടിക്കണ്ട, അവനൊരു കുഴപ്പമുണ്ടാവില്ല. പ്ലീസ് വിക്രാന്ത്, അന്നത്തെ പോലൊന്നും നീ ചെയ്തു കളഞ്ഞേക്കല്ലേ. വിക്രാന്ത് അല്ലേ വരുന്നേ? വിക്രാന്ത്, അമ്മാവനോ? എന്നെ ഈ സ്ഥിതി കണ്ട നാണക്കേടാവൂലോ. എന്തു പറ്റി വിക്രാന്ത്? എന്താ ഈ സമയത്ത് നടന്നു വരുന്നേ? നിന്റെ വണ്ടി എന്തി? അങ്കിൾ, വെറുതെ രാത്രി ഇങ്ങനെ ഒന്ന് ഒറ്റയ്ക്ക് വാക്കിനിറങ്ങിയതായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? അമ്മാവ, നിങ്ങളുടെ മകളാ എന്റെ പ്രശ്നം. അത് ഞാൻ സെക്കൻഡ് ഷോ മൂവി കാണാൻ വേണ്ടി പോയതാ. വരുമ്പോ ക്യാബ് വേണ്ട, നടന്നു പോകാന്ന് കരുതി. അതാ നടന്നു വന്നേ. മുഖത്തെന്തോ പരിക്കുണ്ടല്ലോ. ഇത് അമ്മാവ ഒന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. നോക്ക് വിക്രാന്ത്, നീ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. പ്രായപൂർത്തിയായ മക്കൾ സങ്കടപ്പെട്ട അത് മാതാപിതാക്കൾക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോ, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ പരിഹരിക്കാം.
നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ അമ്മാവ? നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ മതി. കഴിയുമെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും. അതെന്തായാലും പറയും മോനെ. അതമ്മാവ, അമ്മാവ അത് ആക്ച്വലി നിങ്ങളുടെ ഹലോ അങ്കിൾ. നമസ്കാരം മോനെ. അമ്മാവ വാ, ഞങ്ങൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മോനെ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകിയില്ലേ. നമുക്ക് ഇനിയൊരിക്കൽ സംസാരിക്കാം. വിക്കിയെ കാണാനില്ലെന്ന് ചേച്ചിയോട് ഞാൻ എങ്ങനെ പറയും? ഞാനിപ്പോ ചേച്ചിയോട് പറയാതെ ഇത് മറച്ചു വെച്ചാ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചേച്ചിക്ക് അത് താങ്ങാൻ പറ്റുമോ? എന്റെ ദൈവമേ, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? അമ്മു, നീ എന്തെങ്കിലും കഴിച്ചോ മോളെ? അമ്മയ്ക്ക് ഷുഗർ കൂടുതലായതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറയുന്നു. നിനക്കും അത് മതിയെങ്കിൽ ഉണ്ടാക്കി തരാം. ചേച്ചി, അത് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മു, വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? ചേച്ചി, അത് പിന്നെ വിക്രാന്ത്. അയ്യോ, വിക്കിക്ക് എന്താ പറ്റിയത്? ഞാൻ സംസാരിക്കാതിരുന്നത് കൊണ്ട് വിക്കി എന്തെങ്കിലും... ഫോണ്, എന്റെ ഫോൺ എവിടെ? അവിടെ തന്നെ ഉണ്ടാവും, നോക്ക്. അഹങ്കാരി വിളിച്ചിട്ട് ചേച്ചിയോട് എന്തോ സംസാരിക്കാനുണ്ടെന്നൊക്കെ നിന്നോട് എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടത്രേ. അതല്ല അമ്മു. എന്തല്ല മോളേന്ന് ആണെന്നല്ലേ പറയുന്നേ? പക്ഷെ ഞാൻ കൊണ്ടു തരുവോ? അവൻ എന്താ കരുതിയ അവനെ പോലുള്ള മന്ദബുദ്ധികളാ നമ്മളെന്നോ? നീ ബിസി ആണെന്ന് പറഞ്ഞ് അപ്പോഴേ ഒഴിവാക്കി. എങ്ങനെയുണ്ട് ഐഡിയ? അതല്ല മോളെ, നീ എന്തോ വിക്കിയുടെ കാര്യം പറഞ്ഞില്ലേ? ഓ, ഞാൻ വിക്കി എന്നാണോ പറഞ്ഞേ? ഛേ, ബൈ മിസ്റ്റേക്ക് മിസ്സായി പോയി. നിനക്ക് അറിയുന്ന കാര്യല്ലേ, ഇടയ്ക്ക് എല്ലാവർക്കും നാക്കു പിഴയ്ക്കൂന്ന്. സത്യം പറയാമോ? നിന്നോട് നോണ പറഞ്ഞിട്ട് എനിക്ക് എന്ത് പുണ്യം കിട്ടാനാ ചേച്ചി? പോലെ തോന്നുന്നു. അയ്യോ ദൈവമേ, നമ്മുടെ നാട്ടില് സത്യം പറഞ്ഞാലും ജനം കണ്ണും തുറിച്ച് സംശയത്തിൽ നോക്കാനങ്ങ് തുടങ്ങും. എന്താ കാര്യം എന്നറിയോ? എനിക്ക് നിന്നെ കാണുമ്പോഴൊക്കെ വിക്കിയെ കുറിച്ചും കൂടി ഓർമ്മ വരാറുണ്ട്. അതുകൊണ്ടാ പെട്ടെന്ന് അവന്റെ പേരും കൂടി പറഞ്ഞു പോയത്. അങ്ങനെയാണെങ്കിൽ സാരമില്ല മോളെ. ഒരു സെക്കൻഡ് എന്റെ ഹൃദയം നിലച്ചുപോയി. എനിക്കും അപ്പൊ അങ്ങനെ തന്നെയാ തോന്നി. അപ്പോഴേക്കും അഹങ്കാരി അപൂർവമായിട്ടാണെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്തു. എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, എന്റെ വായിന്ന് ആവശ്യമില്ലാതെ ആ അഹങ്കാരിയുടെ പേര് വന്നല്ലോ. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് 7 പ്രാവശ്യം ബ്രഷ് ചെയ്യണമെന്ന് പറയായിരുന്നു. താനൊന്നിറങ്ങി പുറത്ത് നിൽക്ക്. എന്താ ശരിക്കും നിന്റെ പ്രശ്നം? പറ. ഇങ്ങനെ അമ്മയോട് വഴക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടിറങ്ങി പോവാൻ മാത്രം നീ എന്താ കൊച്ചുകുട്ടിയാണോ?
നീ ഈ ചെയ്യുന്നൊന്നും ശരിയല്ല വിക്രാന്ത്. എന്താടാ ഇത്? എന്താ ഇതൊക്കെ? നിനക്ക് എന്താ പറ്റിയേ? ഇനി എന്നോട് ദേഷ്യപ്പെടാൻ നീയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നീയും എന്നെ ആട്ടിയകറ്റ്, അപ്പൊ സമാധാനാവല്ലോ. എന്താ ഉണ്ടായത് വിക്രാന്ത്? അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോണ്ടാണോ ഇതൊക്കെ? അല്ല ചേട്ടാ, ആരതി എനിക്ക് തോന്നിയപ്പോഴേ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്കറിയായിരുന്നു. അറിയാറുന്നോ? ഗൗതം, ഇതെല്ലാം ആ ഗൗതമിന്റെ കളിയാ. അവൻ നിന്റെ ആരതിയുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഇന്ന് ഓഫീസിൽ വന്നവൻ പറഞ്ഞെന്താണെന്നറിയോ നിനക്ക്? ഹിസ് സച്ച് ആൻ ഇഡിയറ്റ്. ചേട്ടാ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ആ ഗൗതമായിട്ട് കണക്ട് ആവാണല്ലോ. റവടിക്കൊച്ചു പറഞ്ഞത് കറക്റ്റാണ്. നിനക്കും ആ ഗൗതമന് ഇഷ്ടമല്ല അല്ലേ? നീയും ആ അമൂല്യെ പോലെ സംസാരിക്കരുത് വിക്കി. നിൽക്കേട്ടാ, ഇന്നുണ്ടായ കാര്യങ്ങളെല്ലാം കേട്ടാൽ നിനക്കെല്ലാം മനസ്സിലാവും. താങ്ക്സ് ഗൗതം. നീ ഒരു പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ. വിക്കി, നീയും ആരതി എപ്പോഴും സുഖമായിട്ടിരിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാ ദൈവം എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. താങ്ക്സ് ഗൗതം, റിയലി താങ്ക്സ് ലോഡ്. പക്ഷെ ഇതാണ് ലാസ്റ്റ്. ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. നീ എന്തീ പറയുന്നേ? നിങ്ങളുടെ ചേട്ടന് ഞാൻ നിങ്ങളുടെ ഇടയിൽ വരുന്നത് തീരെ ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ എന്നെ ഓഫീസിൽ വിളിച്ചു വരുത്തി വളരെ മോശമായിട്ട് പെരുമാറി. എൻ്റെ ചേട്ടനാണോ? എൻ്റെ മനസ്സിൽ നിങ്ങളുടെ ഇടയിലേക്ക് വരാനൊന്നും യാതൊരു ആഗ്രഹവുമില്ല. ഇതിനെല്ലാം കാരണം ഈ ചെരടാണ്. ഇതിനി എനിക്ക് വേണ്ട. ചേച്ചേ ഗൗതം, അങ്ങനെയൊന്നുമില്ല. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. എനിക്ക് നിങ്ങൾ അറിയില്ലേ. എനിക്കൊരു ടെൻഷനും ഇല്ല. നിന്റെ ചേട്ടനാ മനസ്സിലാവാത്തത്. മേ ബി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ ചിന്തിക്കുമായിരുന്നുള്ളൂ. വിക്കി, ഈ ഏരിയ ശരിയല്ല. വേഗം പൊക്കോ. ബൈ. ബൈ. ശരി. വണ്ടി ആണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നാളെ രാവിലെ വന്ന് വണ്ടി എടുക്കാം. ഇതൊക്കെയാണ് ചേട്ടൻ ഉണ്ടായത്. എല്ലാ സ്ഥലത്തും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഗൗതം എന്തിനാ ഞങ്ങളുടെ ഇടയിൽ കയറി വരുന്നേ? നിങ്ങൾക്ക് ആർക്കും എന്താ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തെ? നിങ്ങളെല്ലാവരെയും അവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം അവന്റെ കളിയാ. അവനായിരിക്കും ആ ഗുണ്ടകളെ പറഞ്ഞു വിട്ടത്. ഇതൊന്നും നിർത്തി ചേട്ടാ. ഇങ്ങനെ ലോജിക്കില്ല സംസാരിക്കല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കി വരുന്ന കാര്യം അവനെങ്ങനെ അറിയാനാണ്? വിക്രാന്ത്, നിന്റെ ഈ അപ്സെറ്റിനുള്ള കാരണം ഉണ്ടാക്കിയത് അവൻ തന്നെ ആയിരിക്കില്ലേ? ഇതെല്ലാം അവനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ട്രാപ്പാണ്. സോറി ചേട്ടാ, ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ നീ പറഞ്ഞ വിശ്വസിക്കില്ല. നിനക്ക് ഗൗതമിനോട് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഗൗതം അങ്ങനത്തെ ഒരാളാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. Come on, Vikrant. Listen to me. പ്ലീസ്, നമുക്ക് പോകാം വാ. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഡ്രൈവർ,
ബോസ്, ആ ഒരു മര്യാദ വെച്ച് തന്നെ പറയാ. വേഗം ഗൗതമനെ വിളിച്ച് സോറി പറയും. ഇന്നാ ഫോൺ. വാട്ട് നോൺസെൻസ്! രാവിലെ തന്നെ എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് എന്റെ മൂഡ് കളയാണോ? സോറി ഒന്നും പറയാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, മനസ്സിലാക്കും. വാശി ആരോഗ്യത്തിന് നല്ലതല്ല. അവിടെ ഗൗതം വിഷമിച്ചിരിക്കുക. ഗൗതം ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ വിക്കിയുടെ കല്യാണം എങ്ങനെ നടക്കും? ഐഡിയ പറ. ഇങ്ങനെ പെട്ടെന്ന് കയറി വന്ന ഐഡിയ പറയാൻ പറഞ്ഞ എന്ത് പറയാനാ? കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗ് നടക്കുമ്പോ ശരീരത്തിൽ ദൈവം വന്ന് കയറുന്ന പോലെ പെട്ടെന്ന് ഐഡിയ അങ്ങ് പറ. എല്ലാം നിങ്ങളുടെ തലയിലാണെന്നാണല്ലോ വിചാരം. ഇപ്പൊ നിങ്ങളുടെ തലയിൽ ഒന്നും ഓടുന്നില്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. ശരി, ആയിക്കോട്ടെ. നിങ്ങളുടെ തലയിൽ എന്തായാലും ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അത് വിട്ടേക്ക്. ഇപ്പൊ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്താ? നിങ്ങൾ ഗൗതമിനെ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരു നാടകം കളിക്കാന്ന് സമ്മതിപ്പിക്കും. സോറി പറഞ്ഞ റിക്വസ്റ്റ് ചെയ്താ എന്തായാലും സമ്മതിക്കും. സോറി പറയാൻ എനിക്ക് വട്ടൊന്നുമില്ല. നിനക്കും വിക്രാന്തിനും ഒന്നും തീരെ ബുദ്ധിയില്ല. അവൻ ശരിക്കും വലിയൊരു ഫ്രോഡാണ്. അവനോട് സോറി പറയേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇപ്പൊ നിങ്ങൾ സോറി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആവും. ഗൗതം മണ്ഡപത്തിലേക്ക് വരാൻ പോലും സമ്മതിക്കില്ല. വേണ്ട, അവൻ വരാതിരിക്കുന്നതാ നല്ലത്. ഞാനത് എങ്ങനെയെങ്കിലും തടയാൻ നോക്കായിരുന്നു. ലക്കിലി അവനത് സമ്മതിച്ചു. അയ്യോ, എന്റെ തലയ്ക്ക് വട്ടാവുന്നു. വെറുതെ നിങ്ങളുടെ അഹങ്കാരം വെച്ചോണ്ട് ഇങ്ങനെ വാശി കാണിക്കല്ലേ. എന്റെ കൺസേൺ നിനക്ക് ഈഗോ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ കാൻ ഹെൽപ്പ് ഇറ്റ്. ഗൗതമായിട്ടുള്ള ഡീൽ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് വേറൊരു വഴിക്കുള്ള ചാൻസ് കിട്ടിയെന്നർത്ഥം. നിങ്ങളുടെ കാര്യം കുറച്ച് കഷ്ട. ശരി, വിട്ടേക്ക്. ആ ഡീല് ക്യാൻസൽ ആയെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡീല് പ്ലാൻ ചെയ്യാം. പുതിയ ഡീലോ? എന്താ അത്? നിങ്ങൾ ഗൗതമിനെ ഫോൺ വിളിച്ച് സോറി പറഞ്ഞാൽ ഞാൻ തോറ്റൂന്ന് സമ്മതിച്ച് ജോലി റിസൈൻ ചെയ്തോളാം. ഇനി ഒരിക്കലും ഈ പരിസരത്തേക്ക് വരിക പോലുമില്ല. ഓക്കെ ആണോ? ബോസ്, ഞാൻ ജോലി വിടണമെന്നല്ലേ നിങ്ങളുടെ ആവശ്യം? ഓക്കെ, ഞാൻ അതിന് റെഡിയാ. വാട്ട്? അയ്യോ, ഒരു മിനിറ്റ് ബോസ്. ഒരുപാട് അങ്ങ് സന്തോഷിക്കല്ലേ. ഞാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് എന്റെ ചേച്ചി. ഇൻഫാക്ട് ഞാൻ ഇങ്ങോട്ട് ജോലിക്ക് തിരിച്ചു കയറിയത് ചേച്ചിയുടെ കല്യാണം നടക്കാനാ. ഞാൻ നിന്നോട് ഇത്ര കാലം സംസാരിച്ചോ അതിനു വേണ്ടിയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ വേണ്ട വേണ്ട വേണ്ട. നമ്മുടെ ചലഞ്ച് തീരാൻ ഇനി 4 ദിവസം ബാക്കിയുണ്ട്. ഞാൻ ഇപ്പൊ വേണമെങ്കിലും തോറ്റൂന്ന് സമ്മതിച്ചോളാം. എന്നാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതിക്കാമോ? നീ വലിയ ത്യാഗം ചെയ്യുന്ന പോലെ ഒന്നും സംസാരിക്കണ്ട. ഒരു ചലഞ്ചിലും വിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. നിന്റെ ചേച്ചിയുടെ കല്യാണം നിനക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ ഇമ്പോർട്ടന്റ് എനിക്ക് ആ ഗൗതമിന്റെ കള്ളത്തരം പൊളിക്കുന്നത്. ഇപ്പൊ അവൻ ആ മണ്ഡപത്തിലേക്ക് വരില്ല എന്നല്ലേ പറയുന്നത്? അവൻ തന്നെ ആരതിക്ക് വേണ്ടി എന്തും ചെയ്യുന്നു പറയും. നീ നോയിക്കോ. ഈ മാറ്റർ ക്ലിയർ ആവണമെങ്കിൽ തട്ടെന്തായാലും ഒരു വശത്തേക്ക് താഴ്ന്നേ പറ്റൂ. ഞാൻ തോറ്റോളാന്ന് പറഞ്ഞ അത് നിങ്ങൾ സമ്മതിക്കുന്നില്ല. അതെ, ഞാൻ സമ്മതിക്കില്ല. അതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ ഗൗതമിനെ ഫോണിൽ വിളിക്കും. നിങ്ങൾ സംസാരിക്കണം, അത്ര. ഞാൻ രാത്രി പ്രതീക്ഷിച്ചതാണല്ലോ. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. വിചാരിച്ച പോലെ തന്നെ വിളിച്ചല്ലോ. നോക്ക് ബോസ്, ഗൗതം ഇപ്പൊ ഫോൺ പോലും എടുക്കുന്നില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാ. ഞാനിപ്പോ ഒരു പ്രാവശ്യം കൂടി വിളിക്കും. എന്നിട്ടും അയാൾ ഫോൺ എടുത്തില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ആളുടെ വീട്ടിൽ പോയി സംസാരിക്കും. അമൂല്യ, ഞാൻ ഇന്നലെ തന്നെ എല്ലാം പറഞ്ഞതല്ലേ. പ്ലീസ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. സോറി ഗൗതം, എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാവും. വേദാന്ത് ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹം നിങ്ങളോട് സോറി പറയും. ഒരു മിനിറ്റ് ബോസ്, ലൗഡ് സ്പീക്കർ ഓൺ ആക്കിയിട്ടുണ്ട്. സോറി പറയും. ഗൗതം, നിന്നെ പോലൊരു ഫ്രോഡിനോട് സോറി പറയേണ്ട ഗതികളൊന്നും എനിക്കില്ല. നിന്നെ പൂട്ടാതെ ഞാൻ വിടില്ല.
എന്താ മൂല്യ? വീണ്ടും വിളിച്ചെന്നെ അപമാനിക്കാൻ നോക്കുകയാണോ? പ്ലീസ് 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 ഗൗതം, എന്റെ ഉദ്ദേശം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വേദാന്ത് ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. ഇത് വളരെ കുറവാണ്. വേദാന്ത് ഇതിലും മോശമായിട്ട് എന്നോട് സംസാരിച്ചു കഴിഞ്ഞതാണ്. ദയവ് ഇത് വിഷമിക്കില്ല ഗൗതം. പ്ലീസ് ഒരേ ഒരു തവണ ചേച്ചിയോട് ഒന്ന് സംസാരിക്കേ പ്ലീസ് ഗൗതം. ഇനിയും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ആരതിയോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ ഞാനൊന്ന് വിളിച്ച് സംസാരിക്കാം. ഇവനെ പൂട്ടാൻ എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതിയാവും. നിങ്ങൾ കൃത്യമായിട്ടല്ല ജോലി ചെയ്തത്. ഇന്ന് ഞാൻ എന്താണോ വിചാരിച്ചത് അതെല്ലാം നടന്നു കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ ജോലികളൊക്കെ ഉണ്ടാവും. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ വന്നേക്കണം. സാറേ, നിങ്ങൾ പറയുന്ന ജോലിക്ക് ഇത്രയും കാശ് വന്നാലൊന്നും അത് തികയല്ലോ സാറേ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അടിച്ചതിന്റെ വേദന മാറാൻ തന്നെ ഞങ്ങൾ പൈസ കയ്യിൽ നിടേണ്ടി വരും. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. അടുത്ത തവണ ഇതിലും കൂടുതൽ തന്നേക്കാം. മനസ്സിലായല്ലോ? ഓക്കെ സാർ. എടാ വാടാ. ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് വിക്കയെ ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞു. ഇനി ആരൊക്കെ വിചാരിച്ചാലും ശരി, എന്റെ പ്ലാൻ തകർക്കാനായിട്ട് ആരെക്കൊണ്ടും പറ്റില്ല. ഹലോ ഗൗതം, നിങ്ങൾ എന്നെ ഫോൺ ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എത്ര സന്തോഷമായിന്നറിയോ? എങ്ങനെ നിങ്ങൾ എന്നോട് സംസാരിക്കോ ഇല്ലയോ എന്ന് എനിക്ക് പേടിയായി പോയി. ഒരു നിമിഷത്തേക്ക് എനിക്കും അങ്ങനെ തോന്നി ആരതി. പിന്നീട് നിന്റെ മുഖോർമ്മ വന്നപ്പോ ഞാൻ സമാധാനിച്ചെന്നുള്ളൂ. നിന്നോടുള്ള എന്റെ വിശ്വാസം എന്നെ എല്ലാം മറക്കാൻ പിന്തിരിപ്പിച്ചു. ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ ഗൗതം, ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലുള്ള പയ്യന്മാരുണ്ടെന്ന് കേൾക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഗൗതമിനോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ നീ എന്നെ ഇത്ര അധികം പുകഴ്ത്തൊന്നും വേണ്ട ആരതി. ഞാനത്ര നല്ലവനൊന്നുമല്ല. ഇന്നലെ ദേഷ്യത്തിൽ ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തില്ലെന്ന് വരെ പറഞ്ഞു, അറിയോ? അതിലെന്താ ഇത്ര വലിയ തെറ്റിരിക്കുന്നെ? നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഞങ്ങളോട് വൈരാഗ്യം കാണിച്ചേനെ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നീ എനിക്ക് വളരെ വലിയ സ്ഥാനമാണ് തരുന്നത്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. നിങ്ങളുടെ നല്ല മനസ്സ് തന്നെയാണ് നിങ്ങൾ ആ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് ഗൗതം. നിങ്ങളെപ്പോലെ ഒരു നല്ല മനുഷ്യനെ എന്റെ ഫ്രണ്ടായി കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യം. ഗൗതം ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പോഴല്ലേ താങ്ക്സ് പറഞ്ഞത്. ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലൊക്കെ ഈ താങ്ക്സിന്റെ ആവശ്യമുണ്ടോ? നിനക്കൊരു കാര്യം അറിയോ? നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാ. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ ഞാൻ ഇതെല്ലാം ചെയ്തു പോകുന്നത് ആരതി. വിക്രാന്തിന്റെ അനിയനെ പോലെയാ. ഞാനിതിന് എന്ത് മറുപടിയാ പറയേണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല ഗൗതം. പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന വഴക്കൊക്കെ മാറിയില്ലേ ആരതി? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല ഗൗതം. പക്ഷെ എല്ലാം ശരിയാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗൗതം. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ തമ്മിൽ പരസ്പരം നല്ല സ്നേഹത്തിലാണ്. ഇനി എത്ര ദിവസം ഈ പ്രണയം ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് അതൊന്ന് നശിപ്പിക്കാൻ വേണ്ടിയല്ലേ? ഹലോ ഹലോ ഗൗതം, കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ടായിരുതി. നിങ്ങളുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് ഞാൻ മറ്റെവിടേക്കെങ്കിലും പൊയ്ക്കോളാം. വീണ്ടും ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഇനി പഴയതുപോലെ വീണ്ടും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുതി. ചേച്ചേ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഗൗതം. വിക്കി സത്യത്തിൽ ഒരു കുഞ്ഞിനെ പോലെയാണ്. ചില സമയത്ത് വന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് അനത് ശരിയാവുകയും ചെയ്യും. എനിക്കും അത് തന്നെയാണ് വേണ്ടതാരതി. നീ സന്തോഷമായിട്ട് ജീവിക്കണം. എങ്കിൽ ശരി ആരതി, ഞാനെന്തായാലും തന്നെ പിന്നീട് വിളിച്ചോളാം ആരതി. എന്നാ ശരി ഗൗതം.